ഡോക്ടർ മാത്യു കുളനാടൻ. സർ, വളരെ പ്രയാസകരമായൊരു കാര്യമാണ് ഈ സബ്മിഷനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ പാസ് ചെയ്യുന്ന പുതുപ്പാടി ഇരുമലപ്പടി റോഡ്, അത് കോതമംഗലം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് തുടങ്ങി മൂവാറ്റുപുഴ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കയറി വീണ്ടും കോതമംഗലം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവസാനിക്കുന്ന റോഡാണ്. സർ, ഈ റോഡിന് നബാർഡ് സ്കീമിൽ ടാർ ചെയ്യാനുള്ള വർക്ക് അനുവദിക്കുകയും ടാറിങ് നടക്കുകയും ചെയ്തു. സർ, ഇത് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്തൊരു മര്യാദയാണ് സർ. ഇതിനകത്ത് ആദ്യത്തെ ഭാഗം കോതമംഗലം കോൺസ്റ്റിറ്റ്യുവൻസി ടാർ ചെയ്തു, മൂവാറ്റുപുഴ കോൺസ്റ്റിറ്റ്യുവൻസി വന്നപ്പോൾ അത് ഒഴിവാക്കി, വീണ്ടും കോതമംഗലം കോൺസ്റ്റിറ്റ്യുവൻസി വന്നപ്പോൾ ബാക്കി ടാർ ചെയ്തു. സർ, മൂവാറ്റുപുഴയിലെയും മുളവൂരിലെയും ജനങ്ങളും നൽകുന്ന നികുതി കൂടി ഈ സർക്കാർ വാങ്ങിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. സാർ, ഇത് ഒരു കാരണവശാലും എനിക്കറിയില്ല ഇതെങ്ങനെ ടേക്കപ്പ് ചെയ്യണമെന്നുള്ളത്. കാരണം ഈ നിലയിൽ ഒരു റോഡിൻ്റെ വർക്ക് ഇപ്പം MLA ഫണ്ട് കൊടുത്ത് ടാർ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി. പക്ഷെ ഒരു റോഡിൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പാസ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളോട് ഇതുപോലെ തിരിച്ചുവേദം കാണിക്കുന്നത് അങ്ങേയറ്റം, അത് അങ്ങയുടെ അറിവോട് കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങ് നടപടി സ്വീകരിക്കാൻ. സർ, ഇത് കോതമംഗലം MLA അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ ഇടപെടലിൻ്റെ ഭാഗമായി നബാർഡ് പദ്ധതി, അത് കോൺസ്റ്റിറ്റ്യുവൻസി ബേസാണല്ലോ നബാർഡ് പദ്ധതി. കോൺസ്റ്റിറ്റ്യുവൻസി ബേസിൽ നബാർഡ് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്കീം അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ വളരെ വിശദമായിട്ട് പറയുന്നില്ല ഇത് വന്നിട്ടുള്ളത്. അത് പൊതുവെ പരിശോധിക്കാം. അത് കോതമംഗലം MLAയുടെ തുടർച്ചയായ ഇടപെടലാണ്. ബഡ്ജറ്റ് പ്രപ്പോസലോ മറ്റോ അത് വന്നിരുന്നെങ്കിൽ നമുക്ക് പരിശോധിക്കാമായിരുന്നു. എന്തായാലും ആ നിലയിലാണ് വന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം. പിന്നെ മര്യാദഘടനെ കുറിച്ച് പറഞ്ഞു, അത് കണ്ണാടിയിൽ നോക്കി സ്വയം മനസ്സിലാക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. മര്യാദകേട് കാണിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ല നിലവിലുള്ളത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ തിരുത്തും, ഒരു സംശയമില്ല, തിരുത്തി മുന്നോട്ട് പോകുന്നുള്ളതാണ് സഭയോട് പറയുന്നത്. ഇതിൽ പരിപൂർണമായി ഇതിനെ അഭിനന്ദിക്കേണ്ടത് കോതമംഗലം MLA ആണ്. അദ്ദേഹം ശ്രീ ആന്റണി ജോണിന്റെ തുടർച്ചയായ ഇടപെടലാണ്. അങ്ങനെ ഒരു MLA ഇതിനു വേണ്ടി മാത്രം സമയം ചെലവഴിച്ച് സ്വന്തം മണ്ഡലത്തിന് വേണ്ടി പൂർണ്ണമായി പഠിച്ച് പ്രപ്പോസലുകൾ തയ്യാറാക്കി ഇടപെടുമ്പോൾ സർക്കാരിന് അതിൻ്റെ കൂടെ നിൽക്കണം. അത് കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ നിയോജക മണ്ഡലത്തെ കുറെ കൂടി നന്നായി ശ്രദ്ധിച്ച് ഇത്തരം പ്രപ്പോസലുകൾ തന്നാൽ പൊതുമരാമത്ത് വകുപ്പ് 2 കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.